ബ്രേക്കായി ആലക്കോട് കരുവഞ്ചാലിലെ ടേക്ക് എ ബ്രേക്ക് പദ്ധതി ലക്ഷങ്ങൾ ചെലവഴിച്ചു നിർമ്മിച്ച കെട്ടിടം കാടുകയറിയ നിലയിലാണ്. കേസ് നിലവിലുള്ളതുകൊണ്ടാണ് പദ്ധതി പൂർത്തീകരിക്കാത്തതെന്നാണ് പഞ്ചായത്ത് നൽകുന്ന വിശദീകരണം. 19 ലക്ഷത്തിലധികം രൂപ ചിലവഴിച്ചാണ് കരുവഞ്ചാൽ പാലത്തിന് സമീപം ഈ കാണുന്ന ടേക്ക് എ ബ്രേക്ക് കെട്ടിടം പണിതുയർത്തിയത്. കഴിഞ്ഞ വർഷം ഉദ്ഘാടനം നടത്തേണ്ടതായിരുന്നു. ഉദ്ഘാടനം നീണ്ടുപോയതോടെ കെട്ടിടത്തിനു ചുറ്റും കാടുകയറി. ബാക്കിയുണ്ടായിരുന്ന പ്രവൃത്തികൾ പൂർത്തീകരിച്ചില്ല. ദിനംപ്രതി നൂറുകണക്കിന് ആളുകൾ വന്നുപോകുന്ന ടൗണിൽ വിശ്രമിക്കാൻ പോലും ഇടമില്ല. ഏകദേശം 2019-20 കാലഘട്ടത്തിൽ ഭരണസമിതി ഏകദേശം ബിന്ദുപാലിൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന സമയത്താണ് ജനാബ് അന്നി അബ്ദുള്ള സാഹിബ് വൈസ് പ്രസിഡന്റായ സമയത്താണ് ഇത് സെലറോടെ നടത്തിയത്. അതിനുശേഷം ഇപ്പോൾ പുതിയ ഭരണസമിതി വന്ന സമയത്തുള്ള ഈ ബിൽഡിംഗ് ഓണറുള്ള ഇവിടെ അവരുമായി കേസുമായി ബന്ധപ്പെട്ടാണ് ഇത് സ്റ്റേ ആയി സംഭവം നിൽക്കുന്നത്. പിന്നെ അതിൻ്റെ ആദ്യം വെള്ളത്തിൻ്റെ വിഷയം പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഈ ബിൽഡിങ്ങിന്റെ അതൊരു വിഷയവുമായി വന്ന് ഇപ്പോൾ നിലവിൽ സ്റ്റേ ആണ്. അതേസമയം നിർമ്മാണം പൂർത്തീകരിക്കാനുള്ള ഫണ്ട് മാറ്റിവെച്ചിട്ടുണ്ടെന്നും സ്ഥലം സംബന്ധിച്ച് കരുവഞ്ചാലിലെ ഒരു വ്യാപാരി തളിപ്പറമ്പ് മുനിസിപ്പൽ കോടതിയിൽ കേസ് ഫയൽ ചെയ്തതുകൊണ്ടാണ് പദ്ധതി നീണ്ടുപോകുന്നതെന്നുമാണ് നടുവിൽ ഗ്രാമപഞ്ചായത്ത് നൽകുന്ന വിശദീകരണം. കഴിഞ്ഞ വർഷം പൂർത്തിയാകേണ്ടതായിരുന്നു. അവിടെയുള്ള കെട്ടിട ഉടമ ഒരു വ്യാപാരി അത് തളിപ്പറമ്പ് മുനിസിപ്പൽ കോടതിയിൽ കേസ് ഫയൽ ചെയ്തുകൊണ്ടാണ് അതിൻ്റെ പ്രവർത്തനം ഇന്ന് പൂർത്തീകരിക്കാതെ നിൽക്കുന്നത്. ആ കേസ് പിൻവലിക്കുകയോ ആ കേസ് അവസാനിപ്പിക്കുകയോ ചെയ്തിട്ട് മാത്രമേ നമുക്ക് ആ പണിയുമായി മുമ്പോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് മാത്രമാണ് ടേക്ക് എ ബ്രേക്ക് കോംപ്ലക്സ് പണി പൂർത്തീകരിക്കാതെ നിൽക്കുന്നത്. അന്ന് ഇതിന് മുൻകൈ എടുത്ത 15-20 കാലയളവിലെ ഭരണസമിതി, ഈ ഭരണസമിതി വന്ന 20-25 കാലയളവിലുള്ള ഭരണസമിതിയും ഇതിനുവേണ്ടി 19,80,000 രൂപ ഇപ്പോൾ നാളിതുവരെ മുടക്കി കഴിഞ്ഞു. അവിടെ ഇപ്പോൾ 9,20,000 രൂപയാണ് ഈ വർഷത്തെ പ്രൊജക്റ്റിലുള്ളത്. ഈ 24-25 അത് അവിടെ പൂന്തോട്ടമായിരുന്നാലും ഇൻ്റർലോക്ക് ആയിരുന്നാലും ചുറ്റുമതിലൊക്കെ അതിന് അനുബന്ധ സൗകര്യങ്ങൾ ഏർപ്പെടുന്ന ഒരു വിശ്രമ കേന്ദ്രം പോലെയാണ്. ഈ കേസ് നിലനിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് അതിൻ്റെ പണി പൂർത്തീകരിക്കാത്തത്. തീർച്ചയായും അത് പൂർത്തീകരിക്കുന്നതിന് ആവശ്യമായ എല്ലാ ഫണ്ടും പഞ്ചായത്ത് നീക്കിവെച്ചിട്ടുണ്ട്. പഞ്ചായത്ത് അധികൃതരുടെ കെടുകാര്യസ്ഥതയാണ് കെട്ടിടം ഉപയോഗശൂന്യമാകാൻ കാരണമെന്നും ആക്ഷേപമുണ്ട്. കെട്ടിടം എത്രയും പെട്ടെന്ന് തുറന്നു കൊടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, ആലക്കോട്.